ഹലോ ഫ്രണ്ട്സ്, സയൻസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. അടിപൊളി വീഡിയോ, ഒരു 3D ഷോയുടെ മാസ്മരികമായ അത്ഭുതകരമായ ഒരു ലോകത്തേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകാനാണ് ഇന്നത്തെ വീഡിയോ. 3D ഷോ മാത്രമല്ല, ഒരുപാട് കാഴ്ചകളുണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഒന്ന് കാണണം. ഒരു 100 രൂപയുടെ ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറിയാൽ ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാൻ കഴിയും. ഇത് വേറെ എങ്ങുമല്ല, നമ്മുടെ കൊല്ലത്തുള്ള ആശ്രാമ മൈതാനത്താണ് ഈ ഒരു സംഭവം ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കയറി പോകുന്ന ഭാഗത്തിന് ആദ്യം കാണാൻ കഴിയുന്ന ഒരുപാട് പക്ഷികൾ, ഈ തത്തകളൊക്കെ ആണുള്ളത്. അടിപൊളി കാഴ്ചകളാണ്. ഇനി അങ്ങോട്ട് എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ ഒന്ന് വാച്ച് ചെയ്യണേ. ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം കണ്ടിട്ട് പോവാം. എല്ലാവർക്കും സന്തോഷിക്കാം. അടിപൊളി ഭംഗിയിൽ, അതുപോലെ തന്നെ നല്ല അനുസരണമുള്ള പക്ഷികളാണ്. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ബഹളോ ഒന്നുമില്ലാതെ ഒരിടത്ത് അടങ്ങിയിരിക്കുന്നുണ്ട്. ഒരു വരിയിൽ ഫുള്ളായിട്ട് തത്തകളാണ്. തത്തകളുടെ പല വെറൈറ്റി തത്തകൾ. ഇത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന ആ ഒരു പച്ചത്തത്ത. ഞങ്ങളിവിടെ എത്തിയത് ഒരു 3:30-4 മണിക്കുള്ളിലായിരുന്നു ഇവിടെ എത്തിയത്. ആ സമയത്ത് ഒരു തിരക്കുമില്ലായിരുന്നു. ഒരു 2-3 പേരൊക്കെ ഉള്ളായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അത് സ്കൂൾ ടൈമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതെല്ലാം കണ്ടിറങ്ങിയ സമയത്താണെങ്കിൽ പുറത്ത് വന്നിട്ട് നോക്കിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞിട്ടല്ലേ സ്കൂൾ കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് എല്ലാവരും വരുന്നത്. അതുകൊണ്ട് ആ സമയമൊക്കെ നോക്കിപ്പോയാൽ തിരക്കില്ലാത്ത സമയത്ത് പോവുകയാണെങ്കിൽ ഇതുപോലെ വീഡിയോ എടുക്കാം. അതുപോലെ തന്നെ വളരെ സാവധാനത്തിൽ എല്ലാവരെയും പരിചയപ്പെടുകയും ചെയ്യാം. മുമ്പൊരു ദിവസം ഈ ആശ്രമ മൈതാനത്ത് തന്നെ അണ്ടർ വാട്ടർ ടണൽ വന്ന സമയത്ത് പോയിരുന്നു. ആ സമയത്തെന്ന് വെച്ചാൽ അകത്ത് കയറാനോ ഒന്ന് നേരെ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. ഭയങ്കര തിരക്കായിരുന്നു. അത് വെക്കേഷൻ സമയത്ത് കണ്ടാണ്. അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. ഇതുപോലെ തിരക്കില്ലാത്ത സമയം നോക്കി പോയാൽ ഇതൊക്കെയാണ്. നല്ല സാവധാനത്തിൽ തന്നെ എല്ലാം അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാം. അടുത്ത് നിന്ന് കുറച്ച് നേരം ഈ പക്ഷികളൊക്കെ ഒന്ന് കൊഞ്ചിക്കേ സന്തോഷിക്കേ എന്ത് വേണോ ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു സമയമൊക്കെ നോക്കി പോയാൽ നല്ലത്. ഇതൊക്കെ ഏതിനത്തിൽപ്പെട്ട പക്ഷികളാണെന്നൊന്നും അറിയില്ല. എന്നാലും കാണാൻ എല്ലാം അടിപൊളിയായിരുന്നു. 100 രൂപയ്ക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ ഒട്ടും നഷ്ടമായിട്ട് തോന്നില്ല. എന്തായാലും ഒരു നഷ്ടമില്ല. വെറും 100 രൂപയല്ലേ ഉള്ളൂ. എല്ലാവരും ഒന്ന് പോയി നോക്കണത്, നേരിട്ട് തന്നെ കാണണം. ഈ കാഴ്ചകളൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ അത് വലിയൊരു നഷ്ടമല്ല. എന്തായാലും ഒന്ന് ഈ കൊല്ലം ആശ്രാമ മൈതാനത്ത് ഈ ഒരു ഷോ കഴിയുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഒന്ന് പോയി കാണാൻ ശ്രമിക്കണം. പിന്നെ ഉള്ളത് ഈ പക്ഷികളൊക്കെ കഴിഞ്ഞിട്ട് പ്രാവ്, തത്ത ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കോഴികളാണ്. ഈ കിടക്കുന്നത് നല്ല ഉറക്കമാണ്. ഇനി ആദ്യം കണ്ടപ്പോൾ തോന്നി എന്തോ അസുഖം വന്നിട്ട് കിടക്കണം. പക്ഷേ നല്ല ഉറക്കത്തിലായിരുന്നു ആശാന്. അത് കഴിഞ്ഞിട്ട് ഈ കോഴികളൊക്കെ നമ്മുടെ നാട്ടിലുള്ളത് തന്നെ, പക്ഷേ നല്ല വെയിറ്റ് എന്ന് വെച്ചാൽ നല്ല വണ്ണമുള്ള കോഴികളാണ്. അടുത്ത് കാണുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അതുപോലെ നാടൻ കോഴികളാണെന്നൊക്കെ തോന്നും, പക്ഷെ നാടനൊന്നും അല്ലെന്നാണ് അവർ പറഞ്ഞത്. അത് പല ഇനത്തിലുള്ള ഒരുപാട് കോഴികളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എവിടെയെന്ന് വെച്ചാൽ ഒന്നിൻ്റെയും പേരോ ഏതിനത്തിൽപ്പെട്ടതാണെന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല, ഒന്നും എഴുതി വെച്ചിട്ടില്ല. പിന്നെ ഇവിടെ ഒന്ന് ചോദിക്കാൻ എവിടെ 1-2 സ്ഥലത്ത് 2 പേരുണ്ടായിരുന്നു. അവരുടെ ചോദിക്കാനേ പറ്റുള്ളൂ. ഇതൊക്കെ ഗൈഡ് ചെയ്യാനൊന്നും ആരുമില്ല അവിടെ. പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോയാലാണ് അവിടെയാണ് അടിപൊളി കാഴ്ച. ഈ കോഴികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആ കാണുന്ന കാഴ്ച അത് കിടിലമാണ്. അതെല്ലാം കണ്ടിട്ടേ നിങ്ങൾ പോവാവൂ. വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവരുത്. വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണേ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാനും മറക്കരുത്. ഈ കാണുന്ന കോഴികളൊക്കെ സാധാ നമ്മൾക്ക് സ്ഥിരം കാണുന്നത് പോലത്തെ കോഴികൾ തന്നെ. ഒരാളെ സഹായിച്ചു കൊടുക്കുകയാണ് പേങ്കൊല്ലാനായിട്ട്. ഇത് അടുത്തത് അവൻ്റെ തല കാണാനില്ല, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടു. പിന്നെ അടുത്ത പ്രാവ്, ഇത് പ്രാവാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ, ഇതും പ്രാവിനെ പോലുള്ള കോഴി, അതുപോലെ എല്ലാം ഇത് പ്രാവ്. പിന്നെ അടുത്ത സെക്ഷനിലാണ് അടുത്ത സൂപ്പർ കാഴ്ച. ഇതാണ് ഞാൻ ആ പറഞ്ഞ കാഴ്ച. ഇനി ആ ചില്ലുകൂട്ടിൽ ഒരു 2 പേര് കിടപ്പുണ്ടതാണ്. ഇവർ പറഞ്ഞതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പന്നിക്കുട്ടന്മാരാണ് മുള്ളംപന്നി. ഇവിടെയൊക്കെ മുള്ളംപന്നി എന്നാണ് പറയുന്നത്. നിങ്ങളെ നാട്ടിൽ വേറെ പേരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഈ കാണുന്ന ഓന്തുവർഗത്തിൽപ്പെട്ട ഈ ആളുണ്ടല്ലോ, നല്ല അനുസരണയാണ്. ആർക്ക് വേണമെന്ന് തൊട്ട് നോക്കിയേ. ഇതിനെ എടുത്ത് നോക്കുന്നതിന് 50 രൂപ. എടുത്ത് നോക്കുന്നതെന്ന് വെച്ചാൽ എടുത്ത് കയ്യിൽ വെക്കാം, തോളിൽ വെക്കാം, തലയിൽ വെക്കാം, എന്ത് വേണോ ചെയ്യാം. ഫോട്ടോ എടുക്കുക, എന്ത് വേണോ ചെയ്യാം. പിന്നെ ഞാനൊന്ന് ആദ്യമൊക്കെ പേടിയായിരുന്നു. ചെറുതായിട്ട് വാലിലൊക്കെ തൊട്ട് നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല. ഇതാണെങ്കിൽ ആ നിൽക്കുന്ന ആൾ പഴം കൊണ്ട് കൊടുക്കുന്നുണ്ട് കഴിക്കാൻ. ആളിന് വേണ്ട, എനിക്ക് വേണ്ട ആശാനെ എന്ന് പറഞ്ഞിട്ട് എവിടെ കേൾക്കാൻ. അവൻ്റെ വാ തുറന്ന് കൊണ്ടുവയ്ക്കുന്നത്. ഇനി നോക്കിയോളേ, വാ തുറന്ന് നന്നായിട്ട് പഴമൊക്കെ കഴിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ക്ഷീണമില്ലാതെ ആക്റ്റീവായിട്ടിരുന്നാലല്ലേ എല്ലാവരും കാണാനൊക്കെ. അതെൻ്റെ കൈയാണേ ആ വാലിൽ തൊട്ടിരിക്കുന്നത്. അവൻ്റെ വാലിലൊക്കെ പിടിച്ച് നോക്കിയിട്ട് ആശാൻ ഒരു കുലുക്കോല. അവ അവിടെ പഴം കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. താല്പര്യമില്ലെങ്കിൽ അതൊക്കെ കഴിപ്പിച്ചു. ഇതിൽ അവൻ്റെ അനിയനാണെന്ന് തോന്നുന്നു. അവനേക്കാളും കുറച്ചും കൂടി ചെറുതാണ്. പിന്നെ ഇതാ കിടക്കുന്നു പാമ്പ്, പെരുമ്പാമ്പാണേ. ഈ
ഇതുപോലത്തെ ടിന്നിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ പാമ്പിനെയൊക്കെ ഒന്ന് എടുത്ത് നോക്കി, പക്ഷേ അത് ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും ലാസ്റ്റ് 3D ഷോയൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ച് വന്നിട്ട് ഒന്ന് എടുക്കാനുള്ള ധൈര്യം വന്നത്. ഞാനെടുത്തില്ല, ഹസ്ബൻഡ് എടുത്തു. കയ്യിലൊക്കെ വെച്ച് നോക്കി. ലവനെ ഞാനൊന്ന് ചെറുതായിട്ട് തോണ്ടി നോക്കി. ഒരനക്കമില്ല, മിണ്ടാതിരുന്നു. ഇനി വേറൊരുത്തനെ കാണിച്ചു തരാമേ. ഒരു കൂട്ടിൽ ഇങ്ങനെ കിടപ്പുണ്ട്. ഈ പക്ഷികൾ ഈ തത്തയൊക്കെ കഴിഞ്ഞിട്ട് ഇത് നല്ല സൈസുള്ള തത്തയാണ്. ഡേൻ്റെ കിടക്കണം. നല്ല ഉറക്കമാണെന്നു. നല്ല ഉറക്കം തന്നെ. ഞാനൊന്ന് ശല്യപ്പെടുത്താനൊക്കെ നോക്കി. ആളിന് ഒരു കുലുക്കവും ഇല്ല. നല്ല ഉറക്കമെന്ന് വെച്ചാൽ കൂർക്കം വലിച്ചുറക്കണോ. തട്ടി നോക്കിയിട്ടൊന്നും ഒരനക്കവും ഇല്ല. ഞാറുടെ അവിടെ എന്നെ ശല്യം ചെയ്യണമെന്ന് നോക്കിയിട്ട് ആളവിടെ കിടന്നുറങ്ങി. ഇവൻ്റെ പേരറിയാമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഈ കുറച്ച് പേപ്പർ കൂട്ടിയിട്ടേക്കുന്നതിൻ്റെ ഇടയ്ക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം 2-3 അനക്കങ്ങൾ കാണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് അനങ്ങുന്നുണ്ടല്ലോ. എന്താണ് ഐറ്റമെന്നോ ഏതാണ് സാധനമെന്നോ ഒരു പിടിയില്ല. ആരെങ്കിലും പറഞ്ഞു തരാനുണ്ടെങ്കിലല്ലേ അറിയാൻ പറ്റും. ഇനിയുള്ളത് ചെറിയ 2 കിളികളും അതിൻ്റെ അപ്പുറത്ത് ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾ. കാടക്കുഞ്ഞാണോ എന്നറിയത്തില്ല, ആണെന്ന് തോന്നുന്നു. പിന്നെ ഇത് പ്രാവാണെന്ന് തോന്നുന്നു. പക്ഷെ രണ്ടുപേരെ നോക്കിയിട്ട് രണ്ടിൻ്റെ തല കാണാനില്ല. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ആ പൂടയുടെ അകത്ത് ഒരു ചുണ്ട് കാണാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളണേ. ചുണ്ടുണ്ട്. ഒരുത്തൻ്റെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്, അതുകൊണ്ടൊന്നും കാണാം. പിന്നെ ഇനി കുറച്ച് കാഴ്ചകൾ മീനിൻ്റെയാണ്. മീൻ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കണ്ട കുറച്ച് മീനുകളും പിന്നെ വെറൈറ്റി അതിലില്ലാത്തതൊക്കെ ഉണ്ട്. പക്ഷേ അന്ന് ഒരുപാടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഭാഗം മാത്രമേ ഇപ്പോഴുള്ളൂ. പിന്നെ ചിലർക്ക് തോന്നും ഇതൊക്കെ ഭയങ്കര കാഴ്ചകളാണോ, ഇതൊക്കെ സിമ്പിളല്ലേ. പക്ഷെ ചെന്ന് കാണുമ്പോഴത്തേന് നേരിട്ട് കാണുമ്പോഴേ ആ ഒരു ഭംഗിയും എല്ലാം കാണാൻ പറ്റുള്ളൂ. എന്തായാലും എല്ലാവരും ഒന്ന് നേരിട്ട് പോകാൻ ശ്രമിക്കണേ. കൊല്ലത്തുള്ളവരും തിരുവനന്തപുരത്തുള്ളവരും ഒരുപാട് ദൂരം നിന്നൊക്കെ ആൾക്കാർ അവിടെ വരുന്നുണ്ട്. എന്തായാലും ഒന്ന് പോയി നോക്കണം. പിന്നെ എല്ലാ ജില്ലകളിലും ഓരോ ദിവസം ഇതുണ്ട്, ഓരോ ദിവസം നല്ല ചില സമയങ്ങളിലും ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഓരോ ജില്ലകളിലും ഉണ്ട്. എന്തായാലും ഒരു 2 മണിക്കൂറെങ്കിലും സന്തോഷിക്കാനുള്ള വകയുണ്ട്. ഒരു എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. അടിപൊളി മീനുകളും അതുപോലെ ഇതൊക്കെ ഒരുപാട് ക്വാണ്ടിറ്റിയിലെങ്കിലും കാണാൻ എല്ലാം നല്ല ഭംഗിയുള്ള മീനുകൾ തന്നെയായിരുന്നു ഇവിടെ ഉള്ളത്. പിന്നെ ഈ മൊബൈലിൻ്റെ വെട്ടടിച്ചപ്പോൾ എല്ലാവരും നല്ല ഫോട്ടോ എടുക്കാനും വീഡിയോയ്ക്കൊക്കെ നന്നായിട്ട് പോസ് ചെയ്തിരുന്നു. അതുകൊണ്ട് നല്ലോണം നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി. പിന്നെ ഇതിൻ്റെ ഫുഡൊന്നും അവിടെ ഒന്നും കാണാനില്ല. മുമ്പൊരു വീഡിയോ ചെയ്തതിൽ അതിൻ്റെ ഫുഡ് കിട്ടാത്തത് കൊണ്ട് വേറൊരു കുഞ്ഞ മീനിനത് ഈ ഐറ്റത്തിലുള്ള മീൻ പിടിച്ച് തിന്നുന്നതായിട്ടൊക്കെ ആ വീഡിയോയിലുണ്ടായിരുന്നു. ഒരു ചെറിയ മീനിനെയൊക്കെ അവർ കടിച്ച് ഫുള്ളായിട്ടങ്ങ് കഴിക്കുന്നുണ്ടായിരുന്നു. ഇനി അവർക്ക് കഴിക്കാൻ കൊണ്ടിട്ട് കൊടുത്തതാണോ എന്നും അറിയില്ല. പിന്നെ അടുത്തടുത്ത മീനിനെയൊക്കെ കണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ 3D ഷോയിലേക്ക് കിടക്കുന്നത്. ഇനി കുറച്ച് മീനും കൂടെ ഉണ്ട്. എന്തായാലും ഓട്ടിച്ചൊന്ന് കണ്ടിട്ടൊക്കെ പോവാം. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തിരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു. ആ വീഡിയോ ഒക്കെ ഇനി എടുത്തിട്ടുണ്ട്. അതെല്ലാം കണ്ട് അയ്യോ പാവ 2 മീൻ അവിടെ ചത്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്ലാസ് ചില്ലിൻ്റെ അകത്ത് 4-5 മീനുകൾ ചത്തെടുക്കുന്നുണ്ട്. ഒരു ഫുഡ് പോലും അതിൻ്റെ അകത്തില്ല. ഫുഡൊന്നും കൊടുക്കാതെ അതെല്ലാം വിശന്ന് ചത്തതായിരിക്കാം. അതിനി ഫുഡ് കൂടിപ്പോയിട്ടല്ല, ഒരു ഫുഡ് പോലും അതിൻ്റെ അകത്തില്ല. ഇനി അടുത്തത് ഇതുപോലെ ഫോട്ടോസ്, പൂച്ചേനെ പട്ടിയുടെ ഫോട്ടോസൊക്കെ കൊടുത്തിട്ട് അവരൊന്നുമില്ല ഇവിടെ. പക്ഷികളും ഈ മീനും ഒക്കെ ഉള്ളൂ. ഈ കണ്ട സാധനങ്ങളൊന്നുമില്ല. ഇനി ഇതുപോലത്തെ അടിപൊളി മീൻ. ഇതാണെങ്കിൽ ഈ നക്ഷത്രം പോലെ വാരിയെടുക്കാൻ തോന്നും. അതാണ് കൈത ഇങ്ങനെ പോകുന്നത്, വാരിയെടുക്കാൻ തോന്നും. അതാ കണ്ടു നിൽക്കുമ്പോൾ അങ്ങനെ തന്നെ തോന്നും. എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഓടുന്നത് കണ്ടാൽ ചെറിയ മീൻ എന്ത് ഭംഗിയല്ലേ. നക്ഷത്രം വാരിയിട്ടാണ് ഇങ്ങനെ ഓടുന്നത്. ഇനിയുള്ളത് കുറച്ചുകൂടി വലിയ സൈസ് മീനാണ്. ഈ വീഡിയോയിൽ കാണുന്നേക്കാളും കുറച്ചും കൂടി വലുതായിരുന്നത്. ഇനി ചെറിയ മീൻ കഴിഞ്ഞാൽ വീണ്ടും വലിയ മീൻ. ഇനി നമുക്ക് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് പോസ് ചെയ്ത ഒരു മീനുണ്ട്. വലിയ മീനാണേ. അതിപ്പോൾ കാണിച്ചാൽ അതിപ്പോൾ നോക്കിക്കോ. ദിവന്മാർ ഗ്ലാമർ കുട്ടന്മാരായിരുന്നു. ഇതും കഴിഞ്ഞിട്ട് ദേൻ്റെ കിടക്കണുണ്ടായി. ഇവരിനി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണം നോക്കിയോളേ. ഈ 2-3 പേര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. കറക്റ്റ് നേരെ വന്ന് നിൽക്കുകയാണ് 4 പേരും കൂടെ. ഒരാൾ ഇത്തിരി മാറിപ്പോയി. ഫുള്ളായിട്ട് ഇതിൽ 5 പേരുണ്ടായിരുന്നു. ഈ 5 പേര് ഫോട്ടോയ്ക്ക് നന്നായിട്ട് പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് നേരം അങ്ങനെ നിന്നു. ഒത്തിരി പേര് വന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോയി. നമ്മൾ കയറിയ സമയത്ത് തിരക്കൊന്നും ഇല്ലായിരുന്നെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെയാണല്ലോ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് സമയമായി ഇങ്ങെത്തിയപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അടുത്തത് ഇനി 3D ഷോ കാണാനാണ് കയറുന്നത്. അതിന് മുമ്പ് ഐസ്ക്രീം കഴിക്കാമെന്ന് കരുതി ഐസ്ക്രീം വാങ്ങി. എൻ്റെതും കൂടി അവൻ്റെ കയ്യിൽ. എവിടെ പോയാലും ഇത് തന്നെ അവസ്ഥ. ഞാൻ മേടിക്കും, എല്ലാം അവൻ കഴിക്കും. ഐസ്ക്രീമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോഴേക്കും ആദ്യത്തെ സെക്ഷൻ കയറിയ ആൾക്കാർ തിരിച്ചിറങ്ങും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെക്ഷൻ ആൾക്കാരെ കയറ്റും. അങ്ങനെ അടുത്ത ക്യൂവിൽ നിൽക്കുകയാണ്. ക്യൂവിൽ നിന്ന് അടുത്ത 3D ഷോ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അകത്തോട്ടൊന്ന് കയറി നോക്കാം എങ്ങനെ ഉണ്ട്. അല്ല, ഇറങ്ങി വരുന്നവർത്തൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും പറഞ്ഞില്ല. എന്തായാലും കണ്ടു നോക്കാം. അങ്ങനെ ആ കൂടാരത്തിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഇനിയാണ് അടിപൊളി കാഴ്ച.
3D ഷോയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കാണുന്നവർക്ക് ഇതൊന്നും ഭയങ്കര അത്ഭുതമാണെന്നോ അതിശയമാണെന്നോ ഒന്നും തോന്നില്ല. എന്നാലും കുറേ നേരം ഒരു 5 മിനിറ്റ് കൂടുതലുണ്ടായിരുന്നു. ഈ ഒരു 5 മിനിറ്റ് കൂടുതൽ ഒരുപാട് സന്തോഷിക്കാൻ, അതുപോലെ തന്നെ വേറൊരു ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നതായിട്ടൊക്കെ തോന്നും. അത് ഈ ഷോ കാണുമ്പോഴത്തേക്കേ നിങ്ങൾക്ക് മനസ്സിലാവും. അതും ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വെച്ചിട്ട് നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിക്കാവണമെന്നില്ല. അവിടെ പോയി നേരിട്ട് കാണണം. അപ്പോഴേ ഇതിൻ്റെ ഭംഗിയും എന്താണ് ഇതിൻ്റെ ആ ഒരു എനർജിയിൽ നമുക്കിതെല്ലാം കാണാൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങളൊന്ന് നേരിട്ട് പോയി നോക്കും, അപ്പോഴത്തേനെ മനസ്സിലാവുള്ളൂ. ഈ ഒരു ഷോ കാണാനായിട്ട് അവിടെ നിന്ന് കൊച്ചു കുട്ടികളെക്കാളും ആകാംക്ഷ മുതിർന്നവർക്കായിരുന്നു. ചിലർ ചോദിക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും പേടിപ്പെടുത്തുന്ന സംഭവങ്ങളുണ്ടോ. ഒരാൾ വന്നിട്ട് ചോദിക്കണം ഇതെന്തെങ്കിലും പേടിപ്പെടുത്തുന്ന സംഭവമുണ്ടോ, എനിക്ക് ഒരു പ്രാവശ്യം അറ്റാക്ക് വന്നിട്ടുള്ളതാണ്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി അടുത്ത് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല കയറി കണ്ടോന്നു. പക്ഷേ പേടിപ്പെടുത്തുന്ന സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. കൊച്ചു കുട്ടികൾക്ക് ചിലപ്പോൾ പേടിയുണ്ടാവും, അത്രേ ഉള്ളൂ. അങ്ങനെ എല്ലാവരെയും സെറ്റ് ചെയ്തൊക്കെ നിർത്തി ഇതേ ഷോ തുടങ്ങിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്തായാലും ഇനി വീഡിയോ കണ്ട് എന്നെ മനസ്സിലാക്കിക്കോളൂ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കണ്ടോളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് നേരിട്ട് കാണുന്ന ഒരു ഫീലിംഗ് ഈ വീഡിയോയിൽ കാണണമെന്നില്ല, ആ വീഡിയോക്കിടെ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ഞാൻ നേരിട്ട് കണ്ടാൽ തന്നെ അതിൻ്റെ ഒരു ഫീലിങ്ങും എല്ലാം നമ്മൾ നിൽക്കുന്ന ഫ്ലോറിൽ വരെ ആ 3Dയുടെ എല്ലാം തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ഈ വെള്ളമൊക്കെ കാണുമ്പോൾ തോന്നും ഞങ്ങൾ ആ വെള്ളത്തിൽ വീണു പോയി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ സീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ചെറിയ കൊച്ചു കുട്ടികൾ കരയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് ഈ ഷോയുടെ ആ ഒരു ഗാംഭീര്യം നമുക്ക് മനസ്സിലാവുന്നത്. ആ 3D എന്താണെന്ന് മനസ്സിലാവും. ആ ഒരു ഷോ തുടങ്ങി പകുതിയൊക്കെ കഴിയുമ്പോഴാണ്. ആദ്യമൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിക്കാവില്ല, ആദ്യമൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. അതൊക്കെ കഴിഞ്ഞാൽ അടിപൊളിയാണ്. എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് പോയി നോക്കൂ, അപ്പോഴേ മനസ്സിലാവൂ എന്താണ് സംഭവമെന്ന്. പിന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇനി അകത്ത് കയറിയ മൊബൈൽ ഓണാക്കാൻ സമ്മതിക്കുമോ, വീഡിയോ എടുക്കാൻ സമ്മതിക്കുമോ എന്നൊക്കെ ഒരു ഡൗട്ടിലാണ് കയറിയത്. പക്ഷേ അതിനൊന്നും ഒരു എതിർപ്പില്ലായിരുന്നു, ആരും ഒന്നും പറഞ്ഞില്ല. എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, എല്ലാവരും നിന്ന് സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇതാണ് 3D. ഈ ഒരു കാർട്ടൂൺ കൊച്ചു കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അവരൊക്കെ ഈ TV-യിൽ കൊച്ചു TV-യിലെല്ലാം സ്ഥിരം കാണുന്ന കാർട്ടൂൺ ആണല്ലോ. ഇപ്പോൾ കൊച്ചു TV-യിൽ ഈ പ്രോഗ്രാമില്ല, മുമ്പുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. മുമ്പ് ഞാൻ എവിടേക്കോ കണ്ടിട്ടുണ്ടോ. അപ്പോൾ ഈ ഒരു ലോകത്തേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ആ ഒരു ഫീലിംഗ് തന്നെയാണ് അവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത്. ഈ ഒരു വെള്ളമൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ വരുന്ന സമയത്ത് ആ വെള്ളത്തിൽ ഞങ്ങളൊക്കെ വീണ് പോകും പോലെ എന്തായാലും തോന്നി. എല്ലാവർക്കും സന്തോഷം, എല്ലാവരും നല്ല ചിരിച്ച് ചിലർ പേടിച്ച് ഒക്കെയാണ് എല്ലാം കണ്ടത്. പക്ഷേ എനിക്ക് തോന്നിച്ചാൽ പേടിക്കാനായിട്ടൊന്നുമില്ല. എല്ലാം ഫുൾ എൻ്റർടൈൻമെൻറ്റ്, ഹാപ്പി, എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ആ പയ്യനാണെങ്കിൽ ഈ സ്ക്രീനിലേക്ക് നോക്കുന്നേ ഇല്ല. അവൻ്റെ വീട്ടുകാർ അവൻ്റെ കൂടെ വന്ന ആൾ നോക്കടാന്ന് പറഞ്ഞിട്ട് എത്ര പറഞ്ഞിട്ട് അവനാണെങ്കിൽ എന്നെ കൊന്നാലും ഞാൻ നോക്കൂല എന്ന് പറഞ്ഞിട്ട് അവനിപ്പോൾ ഞാൻ കാണിച്ചറിയാം അതേ നിൽക്കണം. അവനാണെങ്കിൽ തിരിഞ്ഞതേ ഇതുപോലെ ഒറ്റ കിടപ്പ്. ആ തോളിൽ അങ്ങനെ കിടന്ന ആൾക്ക് കണ്ണു പോലും തുറന്നിട്ടില്ല. ബേക്കിലൊന്നിട്ട് ഇവനങ്ങനെ തിരിച്ചു വെക്കുന്ന സമയത്തെല്ലാം അവൻ തിരിഞ്ഞ് കരച്ചില്ലായിരുന്നു, അങ്ങോട്ട് നോക്കിയതേ ഇല്ല. ചില കുട്ടികൾക്ക് ഇതുപോലെ പേടിയാണെങ്കിൽ എൻ്റെ പുത്രനാണെങ്കിൽ ഫുള്ള് നോക്കിയിരുന്നു, ഒരു പേടിയില്ല ആളിന്. ഈ ഒരു ഷോ വെക്കേഷൻ സമയത്താണ് വന്നിരുന്നതെങ്കിൽ എല്ലാവർക്കും അടിച്ച് പൊളിച്ച് പോയി കാണുകയും അതുപോലെ തന്നെ അവർക്കും ഒരുപാട് പൈസ ഉണ്ടാക്കാറ്. പക്ഷെ ഇപ്പോൾ വെക്കേഷൻ അല്ലെങ്കിൽ പോലും ഈ വൈകുന്നേരം സമയത്ത് ഒരുപാട് പേരവിടെ എത്തുന്നുണ്ട്. പക്ഷേ മുമ്പ് ഒരു ഷോ വന്ന സമയത്ത് ആ അണ്ടർ വാട്ടർ ടണൽ വന്ന ആ സമയത്തുള്ളൊരു തിരക്ക് ഇപ്പോൾ കണ്ടില്ല. ഈ പ്രോഗ്രാം എല്ലാം കണ്ടിട്ട് സന്തോഷമാവാത്ത ആരും ഉണ്ടാവില്ല. ഇവിടെ കയറി എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെയാണ് പുറത്തിറങ്ങിയത്. എന്തായാലും ഈ ഒരു 100 രൂപ വെർത്താണ്. എല്ലാവർക്കും രസിക്കാനും സന്തോഷിക്കാനും പറ്റിയ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ എല്ലാ പ്രോഗ്രാമും ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷികളായാലും അതുപോലെ തന്നെ അവിടെ പക്ഷികളെ കണ്ടു, അതുപോലെ എന്തിനാ കണ്ടു, കോഴി എല്ലാം കണ്ടില്ലേ, മീനുകൾ, ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റിയ ഒരു രീതിയിൽ തന്നെയാണ്. ഈ ഒരു ഷോ കഴിയാറാവും തോറും വീണ്ടും കളർഫുള്ളും അതുപോലെ തന്നെ കൂടുതൽ അട്രാക്റ്റീവുമായിരുന്നു. വീണ്ടും തീരരുത് എന്നുള്ള ആ ഒരു മനസ്സിൽ നിന്ന് കണ്ടുപോകും. ആദ്യത്തെ കാലം വീണ്ടും കൂടുതൽ ഭംഗിയിൽ വന്നത് വീണ്ടും തീരാറാവുന്ന ആ സമയത്താണ്. എല്ലാവർക്കും അതേ അഭിപ്രായം തന്നെയായിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് ലാസ്റ്റ്. അങ്ങനെ 3D ഷോയൊക്കെ അവിടെ കഴിഞ്ഞു. ഇനി നേരെ ഇതും കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് സ്റ്റാളിലേക്കാണ്. അവിടെ കുറച്ച് സാധനങ്ങൾ പർച്ചേസിങ്ങിന് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ കാണാനാണ് പോയത്.
ഫുൾ അങ്ങനെ കറങ്ങി കാണുകയും ചെയ്തു, ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുകയും ചെയ്തു. സ്റ്റാൾ തുടങ്ങിക്കഴിഞ്ഞു. ആദ്യമൊക്കെ കാണുന്ന ഇതാണ്. ഈ അച്ചാറിൻ്റെ സെക്ഷനിൽ പോയാൽ അവിടെ നിന്ന് തിരിയാനേ പറ്റില്ല, അത്ര അടിപൊളി, കാണാൻ തന്നെ ഭംഗി. ഇതിൽ അവിടെ നിന്ന് കുറച്ചൊക്കെ ടേസ്റ്റ് നോക്കി ഇഷ്ടമുള്ളത് വാങ്ങിയിട്ടുമാണ് പോയത്. മാങ്ങ, നാരങ്ങ, അതുപോലെ തന്നെ ഈത്തപ്പഴം, ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനെ വേണ്ട എല്ലാ അച്ചാറും. അച്ചാർ ഈ മാങ്ങ പെരട്ട്, നാരങ്ങ പെരട്ട്, പിന്നെ അച്ചാർ ഐറ്റം നെല്ലിക്ക, എണ്ണി തീർക്കാൻ പറ്റാത്ത അത്രയ്ക്ക് ഐറ്റം അച്ചാറുകൾ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ടേസ്റ്റ് നോക്കാൻ തന്നെ. ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. ഞാനൊരു 4-5 ഐറ്റം ടേസ്റ്റ് നോക്കി 2 ഐറ്റം വാങ്ങി, ഇത്ര വാങ്ങിച്ചോളൂ. പിന്നെ ഇതൊക്കെ കണ്ടാൽ തന്നെ വായിൽ വെള്ളം ഓടും, കപ്പലോടുന്നു വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് അവിടെ നിന്നിട്ട് ആ മണം, അച്ചാറിൻ്റെയൊക്കെ മണം അടിച്ചാൽ അവിടെ നിന്ന് അങ്ങോട്ട് അപ്പുറത്തോ പോകാൻ തോന്നില്ല. അച്ചാറൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇവിടെ വന്നാൽ ഫുള്ളായിട്ട് വാങ്ങിക്കൊണ്ട് പോകാൻ തോന്നും. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പോയത്. ഫുള്ളൊന്ന് പിന്നീട് അതിൽ കണ്ട് ആസ്വദിക്കാമല്ലോ, വീഡിയോയിൽ കൂടെയെങ്കിലും അച്ചാർ കണ്ട് ആസ്വദിക്കാമല്ലോ വെച്ചാൽ ഫുള്ളായിട്ട്. ഈ ഈത്തപ്പഴ അച്ചാറും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കണ്ടാൽ ഹൽവ കണക്ക് തോന്നും, പക്ഷേ അത് കഴിച്ച് നോക്കിയിട്ടും മധുരം തന്നെയായിരുന്നു കൂടുതൽ. പിന്നെ ഉള്ളതേ ഈ സാധനങ്ങൾ, അതൊക്കെ കണ്ടങ്ങ് പോവാം. അവിടെ ഒന്നും നിന്നില്ല. അവിടെയൊക്കെ ആദ്യം കാണുന്ന സ്റ്റാളുകളിലൊക്കെ വില കൂടുതലാണ്, പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും കുറഞ്ഞു വരും. മുമ്പ് പോയപ്പോൾ ഇതായിരുന്നു അനുഭവം, അതുകൊണ്ട് ആദ്യം കണ്ടിരുന്നു മേടിക്കാൻ നിന്നില്ല. ഇത് കരിപ്പെട്ടി, ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കുന്ന കരിപ്പെട്ടിയായിരുന്നു. അതും എല്ലാവരും ടേസ്റ്റ് ചെയ്യാൻ തരും. പിന്നെ കുറച്ച് ഫ്ലവർ വൈസ് അങ്ങനെയുള്ള ഐറ്റംസ്, ഇതെല്ലാം കണ്ടങ്ങ് പോവാമേ. ഇതൊന്നും ഇപ്പോഴും മേടിച്ചില്ല. പിന്നെ എൻ്റെ പുത്രന് കളിപ്പാട്ടം മേടിക്കാനായിട്ട് അവിടെ കിടന്ന് നിർബന്ധം കാണിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ഒന്നും കണ്ടു കിട്ടിയില്ല, കുറച്ചുകൂടെ പോകണം. അങ്ങനെ കുറച്ചുകൂടെ പോയി കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പോയത്. പിന്നെ നിങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടല്ലേ ഈ വീഡിയോ ഫുൾ എടുത്ത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടോളണേ. ഈ കാണുന്ന റേറ്റുകളൊക്കെയാണ് അതിൽ. പിന്നെ ചെറിയ ഫ്ലേവർ വൈസൊക്കെ 50 രൂപ മുതലുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്നില്ല, ഇനിയില്ലേ കാണാനായിട്ട്. ഒരുപാട് നേരം ഇവിടെയൊക്കെ നിന്ന് സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പോയി എല്ലാം ഒന്ന് കണ്ടു തീർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു സ്റ്റാളിൽ കുറച്ച് ഡ്രസ്സുകൾ, അതൊന്നും കണ്ടില്ല, അത്ര ക്വാളിറ്റി ആയിട്ട് തോന്നിയില്ല. പിന്നെ കട്ടിൽ, മെത്ത, അലമാര, അങ്ങനെയുള്ള സാധനങ്ങൾ. ഈ ഡ്രസ്സൊന്നും വലിയ ക്വാളിറ്റി ഉള്ളതായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ കമ്മലുകൾ, കീ ചെയിന്, അതുപോലെ ഈ നെല്ലിക്ക കാന്താരി ഇട്ടിട്ടൊരു സംഭവം, എന്താ ജ്യൂസോ അങ്ങനെ കണ്ടാണ് അത്, സർബത്ത് എന്നുണ്ടെങ്കിൽ പിന്നെ കളിപ്പാട്ടം. ഇവിടെ നിന്നാൽ പിന്നെ എൻ്റെ പുത്രൻ ഇപ്പുറത്തോട്ടോ വരില്ല. ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാതെ ലവൻ പോവില്ല. പിന്നെ ഇവിടെ നിന്നൊരു കളിപ്പാട്ടമൊക്കെ വാങ്ങിയിട്ട് കൊടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞ് വന്നപ്പോൾ ഇഷ്ടപ്പെട്ട സാധനമൊന്നും ഇല്ലാന്നേ. പിന്നെ മേടിച്ചത് പാനിപ്പൂരി. നമ്മൾ ഈ ഹോട്ടലൊക്കെ കയറിയിട്ട് മെനു കൊണ്ട് തരില്ല, എപ്പോഴും എന്തുണ്ട്, ബിരിയാണി, ഫ്രൈഡ് റൈസ്, മാഗി നൂഡിൽസ്, ഇങ്ങനെ എല്ലാം നോക്കിയിട്ട് ലാസ്റ്റ് ഒരു വട, ഒരു ചായ എന്ന് പറയുന്ന കണക്ക് ഇവിടെ വന്ന് എല്ലാം നോക്കിയിട്ട് ലാസ്റ്റ് പാനിപ്പൂരി വാങ്ങി കഴിച്ചിട്ട് പുറത്ത് പോയി കഴിക്കാമെന്നും പറഞ്ഞ് അത് കഴിച്ചിട്ട് നൈസിനങ്ങ് മുങ്ങി. പിന്നെ പാവ് ബജിയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കണ്ടിട്ട് എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല. പിന്നെ പാനിപ്പൂരി കഴിച്ച അനുഭവം പറയുകയാണെങ്കിൽ വളരെ മോശമായിരുന്നു. പാനിപ്പൂരിയിൽ ഇത്തിരി വെജിറ്റബിൾ മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കൂടുതൽ ഫില്ലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു രസം കണക്കൊരു സാധനം അതിൽ ഒഴിക്കാൻ തരുള്ളൂ, ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. ടേസ്റ്റ് ഒന്നുമില്ലായിരുന്നു. എൻ്റെ പുത്രന് ഇഷ്ടപ്പെട്ടു. അവന് എരിവില്ലാത്ത ഏത് സാധനവും ഇഷ്ടപ്പെടും, അതുകൊണ്ട് അവൻ മാത്രമേ കഴിച്ചുള്ളൂ. ഞാനൊന്ന് കഴിച്ചു, അവൻ 2 കഴിച്ചു, അത്രയൊക്കെ തന്നെ, ബാക്കി കളഞ്ഞു. അങ്ങനെ ഇന്നത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ഇതുവരെ നമ്മൾ പുറത്തിറങ്ങി, ഇനി പോകുന്ന കാഴ്ചയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ പോയി കാഴ്ചകളൊക്കെ കാണാനും മറക്കരുത്. എല്ലാവരും പോണേ, അടിപൊളിയാണ്.